CPIഎമ്മിന്റെ നേതൃത്വത്തിൽ അനുമോദനം സംഘടിപ്പിച്ചു. ഓച്ചിറ കിഴക്ക് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദനം നടത്തിയത്. CPIഎം ഓച്ചിറ കിഴക്ക് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദനം സംഘടിപ്പിച്ചത്. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും NCC കേഡറ്റുകളെയുമാണ് ആദരിച്ചത്. ഓച്ചിറ തങ്കപ്പൻ സ്മാരക മന്ദിരത്തിൽ കൂടിയ അനുമോദന യോഗം CPIഎം ശൂരനാട് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് N അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ആരുടേതാണെന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്കറിയാം, മഹാത്മാഗാന്ധി, ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ആളാണ്, ബാരിസ്റ്ററായ ആളാണ്, കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് കോടതിയിൽ പോകേണ്ട ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരൊറ്റ കൊണ്ട് കൊടുത്ത് തോളിലൂടെ ഒരു തോർത്തുമിട്ട് ഒരു വടിയും പിടിച്ച് നടന്നു പോകുന്ന ഗാന്ധിജി അപ്പൂപ്പ എന്നെല്ലാവരും വിളിക്കും. അപ്പോൾ കോട്ടും സൂട്ടും ഒക്കെ ഉപേക്ഷിച്ചിട്ട് അർത്ഥനഗ്നനായി ഒരു തോർത്തും തോളിലിട്ട് ഇന്ത്യയിലാകെ നടന്ന് ഇന്ത്യയിലെ ജനങ്ങളെ സംഘടിപ്പിച്ച മനുഷ്യന്റെ പേരാണ് മഹാത്മാഗാന്ധി. അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കുറെ കൃഷിക്കാർ അദ്ദേഹത്തെ കാണാൻ വന്നു, കർഷകർ. അപ്പൊ അദ്ദേഹം ഈ കർഷകരോട്, UP-യിൽ നിന്നും ബീഹാറിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും സാധാരണ കർഷകരാണ്, അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ, നിങ്ങൾക്കറിയാം, മൗണ്ട് ബാറ്റൻ പ്രഭു, അദ്ദേഹം അവിടെ വന്നു. അപ്പൊ അദ്ദേഹം വന്ന് ഗാന്ധിജിയെ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ കുറെ നേരം കഴിഞ്ഞിട്ടും ഗാന്ധിജി വരുന്നില്ല. അപ്പോൾ മൗണ്ട് ബാറ്റൻ പ്രഭു അവിടെ കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഗാന്ധിജി അടുത്തേക്ക് വന്നപ്പോൾ മൗണ്ട് ബാറ്റൻ പ്രഭു പറഞ്ഞു, ഇച്ചിരി പരിഭവവും സ്നേഹവും ബഹുമാനവും ഒക്കെ കലർന്ന ഭാഷയിൽ പറഞ്ഞു, ഗാന്ധിജി, ഐ ആം ദി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, ഞാൻ ഇന്ത്യയുടെ ഗവർണർ ജനറലാണ്. അപ്പൊ ഗാന്ധിജി തിരിച്ചുകൊണ്ട് പറഞ്ഞത്, അതെ, നിങ്ങൾ ഇന്ത്യയുടെ ഗവർണർ ജനറലാണ്, പക്ഷെ ഇന്ത്യ എന്ന് പറയുന്നത് ഞാൻ ഈ സംസാരിച്ചുകൊണ്ട് നിന്ന ഇന്ത്യയിലെ കോടിക്കണക്കിന് കർഷകരുടേതാണ്, സാധാരണ മനുഷ്യരുടേതാണ്. അപ്പൊ നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്ത, ഇന്ത്യ എന്ന് പറയുന്നത് കോടിക്കണക്കിന് വരുന്ന സാധാരണ മനുഷ്യരുടേതാണ്. അത് ആരുടെയെങ്കിലും വ്യക്തികളുടേതല്ല, ഏതെങ്കിലും താല്പര്യക്കാരുടേതല്ല. ഗ്രാമപഞ്ചായത്ത് അംഗം അശോകൻ കൃഷ്ണപ്രിയ അധ്യക്ഷത വഹിച്ചു. S സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. മലയാളത്തിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥിയെ RS വാര്യർ ഗ്രന്ഥശാല അനുമോദിച്ചു. K സുഭാഷ്, ബാബു കൊപ്പാറ, KK പുരുഷോത്തമ പ്രസാദ്, K വേണു, ഹരിയാചാരി, വിജയകമൽ, S മകേഷ്, അബ്ദുൾ നാസർ എന്നിവർ പങ്കെടുത്തു. മലയാള ഭാഷയോടുള്ള സ്നേഹം കൊണ്ടാണ് മറ്റുള്ള സംസ്ഥാന നമ്മൾ ഇന്ത്യക്കാരനാണെന്നും മലയാളിയാണെന്നും, അതായത് കേരള സംസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുന്നു അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയുന്നു. കേരളത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു സംസ്കാരമുണ്ട്. അതുകൊണ്ട് ആ സംസ്കാരത്തിൽ നമ്മുടെ ഭാഷയ്ക്ക്, മലയാള ഭാഷയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ആ സംസ്കാരം ഉടലെടുത്തതിന് മറ്റുള്ള ഭാഷകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവാം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മത്യന് തൻ ഭാഷ പെറ്റമ്മകൾ. ഇന്ത്യ വിദ്യാർത്ഥികളുടെ, യുവാക്കളുടെ, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കേണ്ടവർ അവരാണ് എന്ന് വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും സംഘടിത ശക്തിക്ക് മുന്നിൽ കടുംപിടുത്തത്തിന്റെ ഉദാഹരണമായി മാറിയിരിക്കുന്ന ഒരു ഗവൺമെന്റ് മുട്ടുകുത്തി സമര സഖാക്കൾ വിജയം നേടിയ ഒരു ദിവസത്തിലാണ് നമ്മൾ ഈ ആകുന്നത്. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. അത് മറ്റൊന്നുമല്ല, കുട്ടികൾ, വിദ്യാർത്ഥികൾ, യുവാക്കൾ അവരുടെ കർമ്മം, അവരുടെ ഉത്തരവാദിത്വം, അവരിൽ അർപ്പിതമായിരിക്കുന്ന ചുമതലകൾ നിർവഹിച്ചാൽ, അതായത് മറ്റൊന്നുമല്ല, അവർ ശക്തമായ നിലയിൽ അവരുടെ വിദ്യാഭ്യാസം നേടുകയാണെങ്കിൽ ഏതൊരു ശക്തിയും കീഴടക്കുവാൻ പോകുന്ന ഒരു സൈന്യമാണ്. അപ്പോൾ പഠിച്ച് വളരാൻ പറ്റും. വിദ്യാഭ്യാസം ഇല്ലാതെ ഇനിയുള്ള കാലഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. വിദ്യാഭ്യാസം നേടിയതെന്ന് മാത്രമല്ല,
നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ കുഞ്ഞുണ്ണി മാഷ് ഒത്തിരി ഒരു കുട്ടിക്കവിതകൾ പറയുന്ന ആളാണ്. പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്നൊക്കെ പറയത്തില്ലേ, അതിനകത്തൊക്കെ ഒത്തിരി അർത്ഥങ്ങളാണ് ഉള്ളത്. അതേപോലെ ഈ KR നാരായണനെ കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ? ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന KR നാരായണൻ ഏറ്റവും താഴേന്ന് പഠിച്ചു വന്ന് ബ്രിട്ടനിലും ഇംഗ്ലണ്ടിലും ഒക്കെ പോയി പഠിച്ച് ഇന്ത്യയുടെ പ്രസിഡന്റായ വ്യക്തിയാണ്. അതേപോലെയാണ് APJ അബ്ദുൽ കലാം. സാധാരണക്കാരനായിട്ട് ജനിച്ചു. പിന്നെ തിരുവനന്തപുരത്തെ കൊച്ചു തട്ടുകടകളിലും ചായക്കടകളിലും ഒക്കെ കയറിയിരുന്നു സാധാരണക്കാരുടെ മുമ്പിൽ നിന്ന് ചായ കുടിക്കുകയും അങ്ങനെ വളർന്നു വന്ന് ഇന്ത്യയുടെ പ്രസിഡന്റായി മാറിയ APJ അബ്ദുൽ കലാം. അതൊക്കെ നിങ്ങൾക്കെല്ലാം പ്രചോദനമാകേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.